നിരവധി ഹാസ്യകഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് മലയാളികളെ കുടുകുടെ ചിരിപ്പിച്ച ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകൻ ഷാഫി. സഹോദരൻ റാഫിയുടെയും അമ്മാവൻ സിദ്ദിഖിൻ്റെയും പാത പിന്തുടർന്നായിരുന്നു സിനിമയിലേക്കുള്ള പ്രവേശനം. തിരക്കഥാകൃത്ത്, നിർമ്മാതാവ് എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്നു. 2001 പുറത്തിറങ്ങിയ വൺ മാൻ ഷോ എന്ന ചിത്രത്തിലൂടെ ഷാഫി സംവിധായകനായി. തുടർന്ന് ഹാസ്യം നിറച്ച് മലയാളികളെ ചിരിപ്പിച്ച കല്യാണരാമൻ, പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും, മായാവി, ചട്ടമ്പിനാട്, ചോക്ലേറ്റ്, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേക്കപ്പ് മാൻ, 2 കൺട്രീസ് തുടങ്ങിയ 18 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ഓരോ സിനിമകൾ കണ്ടിറങ്ങുമ്പോഴും മലയാളികളെ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന സിനിമകളാണ് പലതും. നമ്മുടെയൊക്കെ മനസ്സിൽ മായാതെ നിൽക്കുന്ന കഥാപാത്രങ്ങളെയാണ് ഈ സിനിമയിലൂടെ ഷാഫി നമുക്കായി സമ്മാനിച്ചത്. 2022 പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമായിരുന്നു അവസാനം ഒരുക്കിയ ചിത്രം. എന്നെന്നും മലയാളികൾ ഓർക്കുന്ന ദശമൂലം ദാമുവിനെ സൃഷ്ടിച്ചതും ഷാഫിയാണ്. കഠിനാധ്വാനവും പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ കഥകളും നർമ്മത്തിൻ്റെ മർമ്മവും കൂട്ടിക്കലർത്തിയ രസക്കൂട്ടായിരുന്നു ഷാഫി സിനിമകളുടെ നട്ടെല്ല്. എന്താണ് സിനിമയിലെ വിജയത്തിൻ്റെ രഹസ്യമെന്ന് ചോദിച്ചാൽ ഷാഫി പറയുന്ന മറുപടി ഇങ്ങനെയാണ്: രഹസ്യമൊന്നുമില്ല. ഒരു സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ റേഷൻ അരിയുടെ കാര്യം ഓർമ്മ വരും. 10 വർഷം ദാരിദ്ര്യം കൊണ്ട് തുടർച്ചയായി റേഷൻ അരി കഴിച്ചാണ് ജീവിച്ചത്. ഒരു കഥ ആലോചിക്കുമ്പോൾ റേഷനരിയിലെ കല്ല് മനസ്സിൽ കിടന്ന് കടിക്കും. വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് വീഴാതിരിക്കാൻ ആദ്യന്തം കഠിനാധ്വാനം ചെയ്യും. അതുതന്നെയാണ് എൻ്റെ വിജയം. മലയാളികൾക്ക് എന്നെന്നും ഓർക്കാനായി നിരവധി ഹാസ്യ കഥാപാത്രങ്ങളെ സമ്മാനിച്ച ഷാഫി എന്ന സംവിധായകൻ മലയാള സിനിമാ മേഖലയിൽ ഒരു തീരാനഷ്ടം തന്നെയാണ്. ദശമൂലം ദാമു സമൂഹത്തിൽ ഇത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് ഷാഫി കരുതിയിരുന്നില്ല. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത കഥാപാത്രമാണ് ചട്ടമ്പിനാടിലെ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച ദശമൂലം ദാമു. ബെന്നി പി നായരമ്പലത്തിൻ്റെ തിരക്കഥയിൽ സംവിധായകൻ ഷാഫി സംവിധാനം ചെയ്ത ചട്ടമ്പിനാടിലെ ദശമൂലം ദാമു മലയാളികൾക്ക് ഇത്രയും പ്രിയപ്പെട്ടതാകാൻ കാരണം മീമുകളും ട്രോളുകളുമാണ്. ആ മീമുകളെയും ട്രോളുകളെയും കുറിച്ച് ഷാഫി ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിത്: സിനിമ ചെയ്യുമ്പോൾ താൻ നിർമ്മിച്ച കഥാപാത്രം ഇത്രയധികം സ്വാധീനം സമൂഹത്തിൽ ചെലുത്തുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അത്തരത്തിൽ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങളെ സമ്മാനിച്ചിട്ടാണ് ഷാഫി വിടവാങ്ങിയത്. 1968 ഫെബ്രുവരിയിൽ എറണാകുളം പുല്ലേപ്പടിയിലെ കുറുപ്പുനൂപ്പിൽ തറവാട്ടിലാണ് റഷീദ് MH എന്ന ഷാഫിയുടെ ജനനം. പിതാവ് MP ഹംസ, മാതാവ് നബീസുമ്മ, കലാകാരന്മാരായ അമ്മാവന്മാരും മറ്റു ബന്ധുക്കളുമൊക്കെ സിനിമയും മറ്റും ചർച്ച ചെയ്യുന്നത് കേട്ട് വളർന്ന ഷാഫിയിലും കുട്ടിക്കാലത്ത് തന്നെ സിനിമാ മോഹമുണ്ടായി. കുട്ടിക്കാലത്ത് മിമിക്രിയും മോണോ ആക്ടിലുമൊക്കെ മികവ് പുലർത്തിയിരുന്നു.